ആയുർവേദത്തിന്റെ നഗരം എന്ന പേരിലാണ് കോട്ടക്കൽ അറിയപ്പെടുന്നത്. എന്നാൽ കോട്ടക്കലിന് ഏറെ അറിയപ്പെടാത്ത മറ്റൊരു സാന്നിധ്യം കൂടി അടയാളപ്പെടുത്താനുണ്ട്. ഇവിടെയാണ് അറബി ഭാഷയിലെ അത്യപൂർവ ഗ്രന്ഥങ്ങളുടെ ശേഖരവുമായി അറേബ്യൻ ബുക്സ് തല ഉയർത്തി നിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ഗ്രന്ഥപ്പുരകളിൽ മാത്രം ലഭ്യമായിരുന്ന ഇസ്ലാമിക വൈജ്ഞാനിക സാഹിത്യം മലയാളിക്കു കൂടി പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. സൗദി അറേബ്യയിൽ 25 വർഷത്തോളം അറബി ഗ്രന്ഥങ്ങളുടെ മേഖലയിൽ പ്രവർത്തിച്ച മായിൻ ഹാജിയുടെ സ്വപ്നമായിരുന്നു കേരളക്കരയിലും വിദേശ അറബ് രാജ്യങ്ങളുടേതുപോലെ സമ്പന്നമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ ഒരു ബൃഹത് ശേഖരം ഒരുക്കുക എന്നത്. സൗദി അറേബ്യയിൽ അനവധി വർഷക്കാലം ഈ കിതാബിൻ്റെ ഫീൽഡിൽ, ലൈബ്രറി ഫീൽഡിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു. അവിടെ നിന്നും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ എനിക്കുണ്ടായ പ്രചോദനം അതാണ്. ഇവിടെ നാട്ടിൽ ഞാൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതാണ്. യാദൃശ്ചികമായാണ് ഞാൻ കോട്ടക്കലെത്തിയതും ഈ സംരംഭം ആരംഭിക്കുന്നതും. തുടക്കത്തിൽ വളരെ എളിയ രൂപത്തിൽ ആണ് ഞാൻ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ 4-5 വർഷം പിന്നിടുമ്പോൾ അൽഹംദുലില്ലാ ഇത് ദേശീയ നിലവാരത്തിൽ അതല്ലെങ്കിൽ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഈ സ്ഥാപനം ഉയർന്നിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾ, ഇതിൽ നമ്മളോട് സഹകരിക്കുന്നവരും അല്ലാത്തവരുമായ ഇതിൻ്റെ കസ്റ്റമേഴ്സ് പറയാറുള്ളത്. ഇവിടെ ഒരു മൗസുഅത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി വൽ ഖളായൽ മുഅസറ എന്ന ഈ ഗ്രന്ഥം കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ വഹബ് സുഹൈലി എന്ന ഒരു പണ്ഡിതനാണ്. ഇതിൻ്റെ പ്രസാധകർ ദമസ്കസിലെ ദാറുൽ ഫിക്ർ എന്ന സ്ഥാപനമാണ്. ഇത് അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബ് എന്ന ഇമാം നവവിയുടെ വളരെ പ്രശസ്തമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഇത് 22 വോളിയമുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദാറുൽ ഫിക്ർ, ലബനാനിലെ ദാറുൽ ഫിക്ർ എന്ന സ്ഥാപനമാണ്. അതുപോലെ വിവിധങ്ങളായ പ്രസാധകരിൽ നിന്നും ലബനാൻ, ഡമസ്ക്, സൗദി അറേബ്യ, ഈജിപ്ത് പോലെയുള്ള എല്ലാവിധ അറബി നാടുകളിൽ നിന്നും ഗ്രന്ഥങ്ങൾ നമ്മൾ വളരെ ബൾക്കായിട്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിന് നിയമപരമായ എല്ലാവിധ സൗകര്യങ്ങളും അതിൻ്റെ നിയമപരമായിട്ടുള്ള എല്ലാ രേഖകളും നമ്മൾ ക്ലിയറാക്കിയതിന് ശേഷമാണ് എനിക്ക് ഇത് ഇങ്ങനെ ബൾക്കായിട്ട് ഇറക്കുമതി ചെയ്യാൻ സാധിച്ചത്. അതിനു മുമ്പ് ഇത് ഇറക്കുമതി ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ സഹായത്താൽ അതിൻ്റെ നിയമപരമായ എല്ലാ രേഖകളും നമ്മൾ ശരിയാക്കിയിട്ട് തന്നെയാണ് ഈ പരിപാടി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇസ്ലാമിക ജ്ഞാനസമ്പാദനത്തിന് ഫിഖ്ഹിന്റെയും തസവുഫിന്റെയും ആധികാരിക ഗ്രന്ഥങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും അറേബ്യൻ ബുക്സിലേക്ക് ആളുകൾ തിരഞ്ഞു വരുന്നു. തേടി വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരാത്ത വിധം എല്ലാം ഒരു മേൽക്കുരയ്ക്ക് താഴെ സംവിധാനിച്ചുകൊണ്ടാണ് അറേബ്യൻ ബുക്സ് വാർത്തയിൽ ഇടം പിടിക്കുന്നത്. ഇന്ന് ലബനാൻ, ഈജിപ്ത്, സൗദി അറേബ്യ, ദമസ്കസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് അറേബ്യൻ ബുക്സ് പുസ്തകങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവിടെ കിതാബുകൾ ഓരോ സെക്ഷൻ തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് കർമ്മശാസ്ത്രമാണ്. അറബിയിൽ ഫിഖ്ഹ് ഖസ്മുൽ ഫിഖ്ഹ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ശേഷം ഇവിടെ ചരിത്ര കിതാബുകളാണ്, ഖസ്മുൽ താരീഖ്. അതിനുശേഷം മറുഭാഗത്തായിട്ട് ഖസ്മുൽ ഹദീസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. ഖസ്മുൽ ഹദീസ് കഴിഞ്ഞാൽ ഖുർആൻ്റെ സെക്ഷനാണ്. നടുവിൽ അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ, പിന്നെ ഒരുപാട് ജനറൽ ബുക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ മലയാളം, ഇംഗ്ലീഷ്,
ഭാഷകളിലുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇവിടെയുണ്ട്. ഈ എല്ലാ ഗ്രന്ഥങ്ങളും അതല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഈ സ്ഥാപനം തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ ഒക്കെ മാത്രം ഉള്ളതല്ല. ഈ എല്ലാവിധ ആശയക്കാർക്കും എല്ലാ ആദർശത്തിൽ ഉള്ളവർക്കും എല്ലാവിധ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ റിസർച്ച് സ്കോളേഴ്സിനും എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ എല്ലാവിധ ഗ്രന്ഥങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനോടൊപ്പം പുതിയ പുതിയ കിതാബുകൾ പ്രസിദ്ധീകരിക്കുന്ന സംരംഭത്തിലേക്കും ആ സംരംഭം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ജീവിതം ആസ്വദിക്കൂ എന്ന ഈ ബുക്കാണ്. ഇതിൻ്റെ മൂലഗ്രന്ഥം ഇസ്തംതി ബി ഹയാത്തിക് എന്ന സൗദി പണ്ഡിതൻ അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ അരീഫി രചിച്ച ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് എൻജോയ് യുവർ ലൈഫ്, അതുപോലെ തന്നെ അറബി ഇസ്തംതി ബി ഹയാത്തിക് എന്നീ ഗ്രന്ഥങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞതാണ്. മലയാളത്തിൽ ജീവിതം ആസ്വദിക്കൂ എന്ന ഈ കൃതി ഇപ്പോൾ ആദ്യത്തെ എഡീഷൻ തീർന്ന് രണ്ടാം എഡീഷൻ ഇപ്പോൾ വിപണിയിലാണ്. ഈ പുസ്തകം ജീവിത വിജയം ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റിനും വളരെ ഉത്തമ ഗ്രന്ഥമാണ്. എന്ന് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാതൃകകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർക്കുള്ള കിതാബുകൾ ഇന്ന് ഇവിടെയുണ്ട്. വിദേശത്ത് മാത്രം ലഭ്യമായിരുന്ന റഫറൻസ് ഗ്രന്ഥങ്ങളുടെ അപൂർവ ശേഖരം ഇന്ത്യയിൽ മറ്റെവിടെയും കാണാൻ കഴിയില്ല. പള്ളി ദർസുകൾക്കും അറബി കോളേജുകൾക്കും വേണ്ടിയുള്ള കിതാബുകളുടെ വിപുലമായ ശേഖരം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മക്തബുൽ അറേബ്യൻ ബുക്കേഴ്സ് എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു ഗ്രന്ഥാലയമാണിത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഈ ഗ്രന്ഥാലയം. ഞാനിവിടെ ഏകദേശം 3 വർഷത്തോളമായി സ്ഥിരം കസ്റ്റമറാണ്. വിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ പറ്റി വളരെ പഠിക്കാൻ വേണ്ടി ഒരുപാട് തഫാസിറുകളുണ്ട്. അതുപോലെ തന്നെ ഹദീസിൻ്റെ പ്രവാചക വചനങ്ങൾ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്രപരമായി പഠിക്കുവാനും അതൊന്നുമല്ലാത്ത മലയാളികളായ ആളുകൾക്ക് പഠിക്കാനുള്ളതായ മലയാളത്തിലെ ഗ്രന്ഥങ്ങളും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഇവിടെ പരിശുദ്ധമായ അറബിയിലുള്ള ലോകത്തിൽ അറബിക് ലാംഗ്വേജിലുള്ളതായ നിരവധി ഗ്രന്ഥങ്ങളാണ്. പഠിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വായനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയ മതവും കൂടിയാണല്ലോ പരിശുദ്ധമായ ഇസ്ലാം മതം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുന്നൂർ, ദ മൗണ്ടൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന പ്രകാശപൂരിതമായ ജബലുന്നൂർ പർവ്വതത്തിൽ വന്ന് മാലാക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് ഇഖ്റഅ ദ മെസ്സേജ് ഓഫ് റീഡാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കാണ്, റീഡ് ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക. അപ്പോൾ ഒരു മനുഷ്യന് ജ്ഞാനം നൽകുവാൻ വേണ്ടി, അറിവ് പകരുവാൻ വേണ്ടി ഏറ്റവും വലിയ മാനദണ്ഡം അത് വായനയാണ്. വായനയിലൂടെയാണ്, പാരായണം ചെയ്തുകൊണ്ടാണ്, വായനക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത്. അപ്പോൾ പഠിക്കുന്നതായ വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും വലിയ റഫറൻസ് ഒരുക്കിയതായ ഏറ്റവും വലിയതായ ഒരു ഗ്രന്ഥാലയമാണ്
അറേബ്യൻ ബുക്ക് ഹൗസ് കോട്ടക്കൽ സ്ഥിതി ചെയ്യുന്നത്. നിരവധി പണ്ഡിതന്മാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നിരവധി സ്ഥാപന അറബി കോളേജിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും അല്ലാത്തവരെ ഇതരമായ മതങ്ങൾ പഠിക്കാനുള്ളതായ മറ്റ് ഗ്രന്ഥങ്ങളും ഇവിടെ ഒരുപാട് ശാസ്ത്രം സൈക്കോളജിക്കലായിട്ടുള്ളതായ പുസ്തകങ്ങളും ഞാനിവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായി ലാംഗ്വേജ് ആയിക്കൊണ്ട് എന്തിനധികം തഫ്സീർ, പരിശുദ്ധമായ ഖുർആൻ്റെ തഫ്സീർ, അതുപോലെ തന്നെ റിയാദ് സാലീൻ പോലത്തുള്ളതായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് അതുകൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഷ ഒരു ബഹുഭാഷ പഠനത്തിന് വേണ്ടി ഉപകരിക്കുന്ന, അതിലുപരിയായും കൊണ്ട് അറബിയിൽ അമൂല്യമായ കഴിവുള്ളതായ വലിയ ശേഖരണമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അതുകൊണ്ട് നമ്മളെ എല്ലാവരും പ്രത്യേകിച്ച് വായനയ്ക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയിലുള്ളതായ വലിയതായ ഗ്രന്ഥങ്ങൾ, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാമിയാത്ത്, അറബിക്ക് പഠിക്കുന്ന പട്ടിക്കാട് ജാമിയ നൂരിയ പോലെയുള്ള, അതുപോലെ തന്നെ നന്ദി ദാറുസ്സലാം പോലെയുള്ള ഒരുപാട്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഒരുപാട് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ടല്ലോ. അവിടെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതായ നിരവധി ഗ്രന്ഥങ്ങൾ ഈ നമ്മുടെ ഈ മക്തബിൽ, അതായത് മക്തബുൽ അറേബ്യൻ ബുക്ക് ഹൗസിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എപ്പോഴും എന്തിനധികം ഓരോ ഫ്ലൈറ്റിലും അതുപോലെ തന്നെ കപ്പൽ തന്നെ മൊത്തമായി ഇറങ്ങുന്ന ഒരു ഹോൾസെയിൽ കച്ചവടം എന്നുള്ളതല്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജനസേവനമാണ്, ജനങ്ങൾക്ക് വിജ്ഞാനം പകരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ മുബാറക്കായ അനുഗ്രഹീതമായ ഏറ്റവും വലിയതായ ഒരു ഗ്രന്ഥാലയമാണ് മക്തബുൽ അറേബ്യൻ ബുക്ക് ഹൗസ് കോട്ടക്കൽ. ദൈവീയ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ വചനങ്ങൾ, അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ഭാഷാപരമായ ഗ്രന്ഥങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വൈദ്യ സംബന്ധമായുള്ള ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ പല വിഭാഗമുള്ള ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഒരു മഹാസ്ഥാപനമാണിത്. തഫ്സീറുകളാണെങ്കിൽ പല 10-35 തഫ്സീറുകൾ, ഹദീസുകൾ, അതുപോലെ തന്നെ ഭാഷപരമായിട്ടുള്ള ഒരുപാട് കിതാബുകൾ. അൽഫിയൻ്റെ ആശയം തന്നെ എത്ര സൈസ് ആശയ, ഔജസുൽ മസാലിക്ക്, അതുപോലെ തന്നെ സ്വബ്ബാന്, അതുപോലെ തന്നെ ഒരുപാട് കിതാബ് അൽഫിയൻ്റെ ഭാഷപരമായിട്ടുള്ള കിതാബാണ് അൽഫിയ. അപ്പോൾ അതിൻ്റെ ആഭാഷകൾ തന്നെ കണ്ടമാനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ പഠിക്കാനുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് ഇത് നോക്കുകയും ഇത് പഠിക്കുകയും അതുപോലെ തന്നെ ഇത് കൊണ്ടുപോവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. മതപഠനത്തിനുള്ള ഗ്രന്ഥങ്ങൾക്ക് പുറമെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സിലബസ് ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാണ്. ലൈബ്രറികൾക്ക് ആവശ്യമായ വിവിധ സാഹിത്യ ശാഖകളിൽപ്പെട്ട പുസ്തകങ്ങൾ മലയാളത്തിലും അറബിയിലും ലഭിക്കുന്നതിനാൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്നുള്ളവർ അറേബ്യൻ ബുക്സ് തേടി വരുന്നു. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അറബി ഭാഷയ്ക്കും അതിനനുബന്ധമായി ഉള്ള സ്ഥാപനങ്ങൾക്കും വളരെയധികം വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു അറബി ഭാഷാ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് പറയാൻ കഴിയും, എന്നെപ്പോലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അവലംബിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമാണ് അറേബ്യൻ ബുക്ക് ഹൗസ്. ചുരുക്കി പറഞ്ഞാൽ പ്രൈമറി തലം മുതൽ ഗവേഷണ പടുക്കൾക്ക് വരെ അവലംബിക്കാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ്, ചെറുതും വലുതുമായ പുസ്തകങ്ങളാണ് ഇവിടെ സമന്വയിപ്പിച്ചിട്ടുള്ളത്. അറബി ഭാഷയ്ക്ക് പുറമെ മലയാളത്തിലുള്ള ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി, ഇസ്ലാമിക മേഖലയിൽ, മതമേഖലയിൽ ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മൂല്യ ശോഷണങ്ങളുമെല്ലാം അതിൻ്റെയൊക്കെ അടിവേരുകൾ പരിശോധിച്ചാൽ, കാരണം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അറിവില്ലായ്മയാണ്, ഇൽമിൻ്റെ കുറവാണ്. നമുക്കറിയാം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇവിടെയൊക്കെ നടമാടുന്നൊരു സംഗതി അജ്ഞതയുടെ ആളുകൾ ഈ മേഖലയെ നിയന്ത്രിക്കുന്നു എന്നുള്ളതുമാണ്. ഇതിനൊരു പരിഹാരമായിട്ടുള്ളത് അജ്ഞതയുടെ മേഖലയിൽ അറിവിനെ നിറക്കുക എന്നുള്ളത് മാത്രമാണ്.
നമുക്കറിയാം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ പൗരാണികരായ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഖുർആനിലും ഹദീസിലും അനുബന്ധമായിക്കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ മലയാളക്കരയ്ക്ക് അത്തരം ഗ്രന്ഥങ്ങൾ കിട്ടാൻ വളരെയധികം പ്രയാസമായിരുന്നു. എന്നാൽ അറേബ്യൻ ബുക്ക് ഹൗസിനെ പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നതോടുകൂടി അതിനുള്ള ഒരു മാർഗം എളുപ്പമാവുകയാണ്. എനിക്ക് പറയാനുള്ളത്, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മതമേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായ എല്ലാ പ്രബോധകരും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം നിർബന്ധമായിട്ടും ആശ്രയിക്കേണ്ട ഒരു സ്ഥാപനമാണ് അറേബ്യൻ ബുക്ക് ഹൗസ്. ലോക ക്ലാസിക്കുകളിൽപ്പെട്ട സൂഫി സാഹിത്യത്തിലെ വിരളമായ അത്യപൂർവമായ പുസ്തകങ്ങൾ ഏവരും തേടിയെത്തുന്നതും ഇന്ന് അറേബ്യൻ ബുക്ക് ഹൗസിൽ തന്നെ. അറബി വായനയ്ക്കൊരു വലിയ വിശാലമായ ഒരു തലമാണുള്ളത്. എന്ന് വെച്ചാൽ വാക്കുകളുടെ അർത്ഥവ്യാപ്തി, അതുപോലെ ഒരു വാക്കിന് പിന്നെ ഒരു 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 പ്രത്യേക സംഗതി പറയാൻ ഒത്തിരി വാക്കുകൾ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പിന്നെ സൂഫി വായനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വരികളിൽ മാത്രമാവില്ല, അതിൻ്റെ കാണുന്ന ഒരു പ്രത്യക്ഷമായ അർത്ഥം മാത്രമാവില്ല ഉണ്ടാവുക. അതിനപ്പുറത്ത് ആ വരികൾക്കിടയിലൂടെ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, ഓരോ പുള്ളികളിൽ പോലും അല്ലെങ്കിൽ ഓരോ പിന്നെ സ്പേസുകളിൽ പോലും ഉണ്ടാകുന്ന അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി അത് വളരെ വലുതാണ്. ജിബ്രാനെ വായിക്കുമ്പോൾ, അതുപോലെ റൂമിയെ വായിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അതാണ് ഇവിടെ ഈ ഒരു ഗ്രന്ഥശാലയിലേക്ക് വരാനുണ്ടാകുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയുള്ള ഗ്രന്ഥമായാലും ഉപഭോക്താവിന്റെ ആവശ്യത്തിനനുസരിച്ച് അത് കോട്ടക്കലിൽ ലഭ്യമാക്കാൻ ഇന്ന് അറേബ്യൻ ബുക്സിന് കഴിയുന്നുണ്ട്. വൈജ്ഞാനിക രംഗത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് കോട്ടക്കലിൽ അറേബ്യൻ ബുക്സ് കടന്നു വരുന്നത്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഏറെ ലഭ്യത ഇല്ലായിരുന്ന ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കരസ്ഥമാക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നിരുന്ന ഒരു കാലത്ത് ഇന്ന് അറേബ്യൻ ലോകത്ത് ഈജിപ്തിലോ ലബനാനിലോ സൗദി UAE അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു കിതാബ് ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ലഭ്യമാക്കാൻ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ഈ അറേബ്യൻ ബുക്സിനെ സമീപിച്ചാൽ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ വിപ്ലവം തന്നെയായി മാറിയിരിക്കുകയാണ്. ഗ്രന്ഥങ്ങൾ ഏറെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും ഓരോ ലൈബ്രറി എന്ന ഒരു വിശാല ലോകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പണ്ടുകാലങ്ങളിൽ കേരള നാട്ടിൽ അറേബ്യൻ ബുക്സുകൾ കിട്ടിയിരുന്നതിൻ്റെ എത്രയോ വില കുറഞ്ഞ രീതിയിലാണ് ഇന്ന് അറേബ്യൻ ബുക്സ് ഇവിടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഒരു നല്ല വിവരമാണ് അതിനെക്കുറിച്ചുള്ളത്. അറേബ്യൻ ബുക്സിന്റെ ഖ്യാതി ഇന്ന് കേരളക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ പോലും ഇന്ന് വിദേശത്തു നിന്നും പുസ്തകങ്ങൾ ഇറക്കുന്നതിന് അറേബ്യൻ ബുക്സിനെയാണ് സമീപിക്കുന്നത്. ഈ അറേബ്യൻ ബുക്ക് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 3 വർഷക്കാലമായി ഇതിനകത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ ചില കിതാബുകൾ ഞങ്ങളെ ഉസ്താദന്മാർ ഇന്ന ഷറയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ എവിടെയാണ് കാണുക, ഇത് എവിടെ നിന്നാണ് ലഭ്യമാകുക എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊന്നും കിട്ടാറില്ല.
ഞാൻ ഇങ്ങനെ ഇതിലേക്ക് ജോലി ലഭിച്ച സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഈ ഗ്രന്ഥങ്ങൾ കാണുമ്പോഴാണ് അന്ന് ഉസ്താദന്മാർ പറഞ്ഞ, ഗുരുക്കന്മാർ പറഞ്ഞ ആ വർത്തമാനം അല്ലെങ്കിൽ അവരുടെ സംസാരം ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു ബുക്ക് സ്റ്റാളിലായിരുന്നു ജോലി ചെയ്തതെങ്കിലും ഇതുപോലത്തെ ഒരു ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല പബ്ലിഷേഴ്സും ഇറക്കുമതി ചെയ്യുന്ന കിതാബുകളും പുസ്തകങ്ങളുമെല്ലാം വിൽപ്പന നടത്തുന്ന ഒരു ബുക്ക് ഷോപ്പിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. കുറഞ്ഞ കാലമാണെങ്കിലും പല ആളുകളും, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും, പല ആശയക്കാരും ഇവിടെ വന്ന് കിതാബുകളും അവർക്ക് വേണ്ട പുസ്തകങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഉപഭോക്താക്കൾ അനുദിനം ഏറി വരുന്നതനുസരിച്ച് തങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ ശേഖരം പ്രദർശിപ്പിക്കാൻ പോലും തികയാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. ആവശ്യങ്ങൾക്കനുസരിച്ച് വിശാലമായ ഗ്രന്ഥങ്ങളുടെ ഗോഡൌണിൽ നിന്നും അവ എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. ഒറ്റമുറിയിൽ ഇറക്കുമതി ചെയ്ത കുറച്ച് കിതാബുകൾ കൊണ്ട് തുടങ്ങിയ ചെറിയ ഒരു സ്വപ്നം ഇന്ന് മലയാളക്കരയ്ക്ക് തന്നെ അഭിമാനമായ രീതിയിൽ വളർന്നു കഴിഞ്ഞു. ലോകത്ത് ഇന്ന് എവിടെ ഒരു അറബി ഗ്രന്ഥം ഇറങ്ങിയാലും അത് കോട്ടക്കൽ അറേബ്യൻ ബുക്സിൽ ലഭിക്കും. വിദേശത്ത് ലഭിക്കുന്ന വിലയിൽ നിന്നും വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെ. കാരണം മാഹിരാജിക്ക് അറേബ്യൻ ബുക്സ് കേവലം ഒരു കച്ചവട സ്ഥാപനമല്ല, അതൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്.